السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരണീയരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രൗഢമായ ഒരു പ്രമേയത്തിൽ നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനമെന്ന വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തിൽ സംസ്ഥാന തലം മുതൽ ജില്ലാ തലങ്ങളിലും മണ്ഡലം ശാഖാ തലങ്ങളിലുമൊക്കെ നമ്മുടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി ആദിമ മനുഷ്യനായ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയായ മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഒരുപാട് സമൂഹങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ജനസമൂഹങ്ങളിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി ആ പ്രവാചകന്മാരെ പറഞ്ഞയക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ
അരാജകത്വങ്ങളും അധാർമ്മികതകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമൂഹങ്ങളിലേക്കാണ് ഓരോ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പല നിലക്കുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മോഷണത്തിലും മദ്യപാനത്തിലും അതുപോലെ തന്നെ വ്യഭിചാരത്തിലും സ്വവർഗരതിയിലും കച്ചവട മേഖലയിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് പോലെ, അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ പലിശ പോലെ, ചൂതാട്ടം പോലെ, അതുപോലെ തന്നെ കൊലപാതകങ്ങളും അക്രമങ്ങളും, ഏതുവരെ ഒരു പെൺകുട്ടിയാണ് തനിക്ക് ജനിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലുള്ള അപമാനഭാരത്താൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന സാഹചര്യങ്ങൾ വരെ, അത്തരത്തിലുള്ള സമൂഹങ്ങൾ വരെ ഇന്നലകളിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ജനസമൂഹങ്ങളിൽ നടന്നിരുന്നുവെന്ന് നമ്മെ ചരിത്രങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കള്ളിനെ ജീവിതത്തിൽ നിന്നൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ആളുകൾ, കള്ളെന്നതിനെ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ അവിഭാജ്യമായ ഘടകമായി മാറി ആ കള്ളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാതെ തങ്ങളുടെ മരണശേഷം ആ മദ്യത്തിൻ്റെ ആസക്തി നുകരാൻ വേണ്ടി മരണസമയത്ത് തങ്ങളുടെ മക്കളോട് വസിയത്ത് പറഞ്ഞ സമൂഹത്തിൻ്റെ ജനതയുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. മരണത്തിന് ശേഷം ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണമെന്ന് വരെ മക്കളോട് വസിയത്ത് പറഞ്ഞ അത്രമാത്രം മദ്യത്തിൽ ജീവിച്ചുപോയ സമൂഹങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അധാർമിക പ്രവർത്തനങ്ങളിലൂടെ, അധാർമിക മേഖലകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന സമൂഹങ്ങളിലേക്കാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി ഓരോ പ്രവാചകന്മാരെയും പറഞ്ഞയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാർ അതത് സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ മേഖലയിൽ അധപ്പതനത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന സമൂഹങ്ങളെ, അവരുടെ സ്വഭാവപരമായ സംസ്കാരങ്ങളെയല്ല, സംസ്കരണത്തെയല്ല ആ പ്രവാചകന്മാരാരും ആദ്യമായി പ്രഥമവും പ്രധാനവുമായി ലക്ഷ്യം വെച്ചത്. മറിച്ച് വിശ്വാസ മേഖലയിൽ അവർക്ക് വന്നിട്ടുള്ള അപാകതകളിൽ നിന്ന്, അപജയങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ ഏകദൈവ ആരാധനയിലേക്ക് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും ആ റബ്ബിന്റെ റുബൂബിയത്ത് അവരെ പഠിപ്പിക്കുകയും അങ്ങനെ ഇലാഹായ റബ്ബായ ആ അള്ളാഹുവിന് മാത്രം അവരുടെ ആരാധനകളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും സഹായം തേട്ടങ്ങളും ഇങ്ങനെയുള്ള മൗലികമായ മേഖലകളിലേക്ക് ആ സമൂഹത്തിന്റെ ശ്രദ്ധയാണ് പ്രവാചകന്മാർ ഓരോരുത്തരും ക്ഷണിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതത് കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ ജനതകളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹത്തിനോട് പ്രഥമവും പ്രധാനവുമായി പഠിപ്പിച്ച ആശയാദർശങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. നമുക്കറിയാം, ആദ്യത്തെ റസൂൽ എന്നറിയപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം നിരന്തരമായി രാപ്പകലുകളെന്ന വ്യത്യാസമില്ലാതെ, രഹസ്യ പരസ്യങ്ങളെന്ന വ്യത്യാസമില്ലാതെ നിരന്തരമായി തൻ്റെ ജനതയെ ആ പ്രവാചകൻ സംസ്കരിക്കാനും സമുദ്ധരിക്കാനും പ്രബോധന പ്രവർത്തനങ്ങളുമായി ആ സമൂഹത്തിന്റെ നടുത്തടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തു അഅറാഫിന്റെ 59-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, തീർച്ചയായും നൂഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട് കടന്നു ചെന്നിട്ട് ആ സമൂഹത്തോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ആ റബ്ബല്ലാതെ, ആ അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല, ഒരാരാധ്യനുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നിങ്ങളുടെ വിഷമങ്ങൾ ദൂരീകരിക്കാൻ, നിങ്ങൾക്ക് മക്കളെ തരാൻ, നിങ്ങളുടെ
എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിത്തരാൻ അല്ലാഹു അല്ലാതെ ഒരാരാധ്യന്മാരും ഒരു ഇലാഹും നിങ്ങൾക്കില്ല എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയിലേക്ക് കടന്നു ചെന്ന് ആദ്യമായി അവരെ ഉത്ബോധിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ് ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് ആദ്യമായി പറഞ്ഞത് എന്താണ് എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോ, ഇതേ വിശുദ്ധ ഖുർആൻ സൂറത്തു അറാഫിലെ 65-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമൂഹത്തിലേക്ക്, ആദ് ജനതയിലേക്ക് അവരിലെ തന്നെ സഹോദരനായ, ആദ് ജനതയിലേക്ക് അവരിൽ തന്നെയുള്ള, അവരിലെ സഹോദരനായ, അവരിൽപ്പെട്ട മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമയെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ച പ്രവാചകനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങളെ വിളിക്കുകയാണ്, ആദ് ജനതയെ, ആദ് സമൂഹത്തെ. എന്നിട്ട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ആ അല്ലാഹു അല്ലാതെ, ആ റബ്ബല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല, അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരാരാധ്യന്മാരുമില്ല എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശേഷം കടന്നു വന്ന സമൂദ് ജനതയിലേക്ക്, സമൂദ് ഗോത്രത്തിലേക്ക് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച കാര്യത്തെക്കുറിച്ച് ഇതേ സൂറത്തു അറാഫിന്റെ 73-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വഇലാ സമൂദ അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് ജനതയിലേക്ക് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അവരുടെ സഹോദരനെ നാം പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ജനങ്ങളെ വിളിക്കുകയാണ്, ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ആ അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ ഇലാഹുകളുമില്ല എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇത് ഏത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്. നമുക്കറിയാം, മദിയനിലേക്ക് നിയോഗിക്കപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിൽ. അവിടെ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മദിയനിലെ നിവാസികളായ ആളുകളോട് പറഞ്ഞു, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ആ റബ്ബല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ ഇലാഹുകളുമില്ല എന്ന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നോക്കൂ നിങ്ങൾ, ലോകത്ത് കടന്നു വന്ന 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരെ കടന്നു ചെല്ലുന്ന സമൂഹങ്ങൾക്ക് സ്വഭാവപരമായി ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. സ്വവർഗരതി, ലോകത്തിന് പരിചയമില്ലാത്ത ഏറ്റവും മ്ലേച്ഛമായ വൃത്തിയിൽ അതിൽ അഭിരമിച്ച ആളുകൾ, സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചവട മേഖലയിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച്, വഞ്ചന കാണിച്ച്, ജനങ്ങളെ ചതിച്ച്, അന്യായമായി അവരുടെ സമ്പത്തുകൾ അപഹരിച്ച, ഹറാമും ഹലാലും നോക്കാത്ത സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കള്ളിലും പെണ്ണിലും മദ്യപാനത്തിലും അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും ഏതുവരെ നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമൂഹത്തിന്റെ അവസ്ഥ. തങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ അതിർത്തിയിലേക്ക് തന്റെ ഒട്ടകം കയറിപ്പോയതിന്റെ പേരിൽ, വേലി മുറിച്ചു കിടന്നതിന്റെ പേരിൽ നിരന്തരമായ 40 വർഷക്കാലം യുദ്ധം ചെയ്യാൻ മാത്രം, യുദ്ധത്തിനോട് താല്പര്യമുള്ള, അതിനു മാത്രം യുദ്ധക്കൊതിയന്മാരായ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലെ ഇന്നലകളുടെ ജാഹിലിയത്തിന്റെ ചരിത്രം വായിക്കുമ്പോ, അതുപോലെ പലിശ എന്നത് സാമ്പത്തിക രംഗത്ത് അവരെ നിയന്ത്രിച്ചത് പലിശയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചൂടാട്ടത്തിൽ അതുപോലെ തന്നെ പെണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യഭിചാരത്തെ കുറിച്ച് മറക്കാൻ കഴിയാത്ത സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വ്യഭിചാരത്തിനുള്ള അനുവാദം നൽകണമെന്ന് വരെ
എനിക്കത് ഒഴിവാക്കാൻ കഴിയുന്നില്ല, അത് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. മറ്റു ഏതു വിധിവിലക്കുകളെയും പാലിക്കാൻ ഞാൻ സന്നദ്ധനാണ്, പക്ഷേ വ്യഭിചരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന്, അതിനെനിക്ക് അനുവാദം നൽകണമെന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ട ആളുകൾ വരെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്വഭാവപരമായ മ്ലേച്ഛതകളും അധാർമികതകളും അതുപോലെ തന്നെ അസാംസ്കാരിക മാർഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹങ്ങളിലേക്കാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് വ്യത്യസ്തരായ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. പ്രവാചകന്മാർ നിങ്ങൾ നോക്ക്, അവരാരും ആ സമൂഹത്തിലെ കള്ളു കുടിക്കെതിരെയല്ല, വ്യഭിചാരത്തിനെതിരെയല്ല, പലിശക്കെതിരെയല്ല, ചൂതാട്ടത്തിനെതിരെയല്ല, അതല്ലെങ്കിൽ സ്വവർഗരെതിരെക്കതല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന, ചതി കാണിക്കുന്ന, വഞ്ചന കാണിക്കുന്ന ആ രാഹിത്യങ്ങൾക്കെതിരെയല്ല ആദ്യമായി ആ പ്രവാചകന്മാർ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെയോ ആ പ്രവാചകന്മാരൊക്കെയും തങ്ങളുടെ സമൂഹങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്, റബ്ബിലേക്ക് ക്ഷണിക്കുകയാണ്, അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ റബ്ബിന്റെ മഹിതമായ വഹ്ദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആ സമൂഹങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൽപ്പനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുകയാണ്. പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ. മുഹമ്മദ് നബിയെ, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, താങ്കൾക്ക് മുമ്പ് ഒരു ദൈവിക ദൂതന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന്മാർക്കൊക്കെയും നാം വഹി നൽകിയിട്ടല്ലാതെ. പ്രവാചക പരമ്പരയിൽ 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അവസാനത്തെ പ്രവാചകനെ വിളിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല റസൂലേ. മുഹമ്മദേ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിട്ടല്ലാതെ. അന്നഹു, നിശ്ചയമായും ആ പ്രവാചകന്മാർക്കൊക്കെയും നാം വഹി നൽകിയ കാര്യമെന്നത് ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഞാനല്ലാതെ ഇബാദത്തുകൾക്ക് അർഹനായി, ആരാധ്യനായി, ഇലാഹായി മറ്റാരുമില്ല എന്ന കാര്യമാണ്. ഇത് പറഞ്ഞു കൊടുക്കാതെ, ഇത് പറഞ്ഞു പഠിപ്പിക്കാതെ, ഇത് പഠിപ്പിച്ചു കൊടുക്കാതെ, ഇത് വഹി നൽകാതെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, അവരൊക്കെയും എന്നെ ആരാധിക്കട്ടെ. താങ്കൾ നിയോഗിക്കപ്പെടുന്ന സമൂഹം വരെ അവരെന്നെ ആരാധിക്കട്ടെ, എനിക്ക് ഇബാദത്ത് ചെയ്യട്ടെ. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഈ ലോകത്ത് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അല്ലയല്ലാതെ ഇലാഹില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരുമില്ല. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെയും ലോകത്തോട് പറഞ്ഞത് വെച്ച് ഞാൻ ഉൾപ്പെടെ, നബി പറയാണ്, ഞാൻ ഉൾപ്പെടെ ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്, അവൻ മാത്രമേ ഉള്ളൂ. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, അവന് കൂറുകാരില്ല. ഇതാണ് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊക്കെയും ലോകത്തോട് പ്രഥമവും പ്രധാനവുമായി പഠിപ്പിച്ച കാര്യം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇമാം ബുഖാരി
അവിടുത്തെ സ്വഹീൽ രേഖപ്പെടുത്തി, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ വഹയിലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, അധ്യായങ്ങൾ ചെറിയ ചെറിയ സൂറത്തുകളായിരുന്നു. നബിക്ക് ആദ്യമായി ഇറങ്ങിയ വഹയികളിൽ സൂറത്തുകളായി ഇറങ്ങിയത് ചെറിയ ചെറിയ സൂറത്തുകളാണ്, മുഫസ്സലുകളായ സൂറത്തുകളാണ്. ഫിഹാ ദിക്റുൽ ജന്ന വന്നാർ. ആ സൂറത്തുകളിൽ പരാമർശിക്കപ്പെടുന്നത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമാണ്. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗാവകാശികളെ കുറിച്ച്, നരകാവകാശികളെ കുറിച്ച്, ആരാണ് നരകത്തിലെ നിത്യശാശ്വതരായ ആളുകൾ, ആരാണ്, എന്താണ് നരകം ശാശ്വതമാക്കുന്ന തെറ്റുകൾ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ആയത്തുകൾ അടങ്ങിയ സൂറത്തുകളാണ്, ചെറിയ ചെറിയ സൂറത്തുകളാണ് ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ്യായി ഇറങ്ങിയത്. ഹത്താ ഇദാ സാബൻ നാസു ഇലൽ ഇസ്ലാം. അങ്ങനെ ജനങ്ങൾ ഓരോരുത്തരുമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിലേക്ക് കടന്നു വന്നപ്പോ നസലൽ ഹലാലു വൽ ഹറാം. അതിനുശേഷമാണ് എന്തൊക്കെയാണ് അവർക്ക് അനുവദനീയമായ, അവർക്ക് അനുവാദമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തുകളും ആയത്തുകളും അവർക്ക് ഇറങ്ങുന്നത്. അപ്പോ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച്, നരകത്തെക്കുറിച്ച് പഠിപ്പിച്ച്, സ്വർഗത്തിന്റെ അനുഭൂതികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച്, അതിലെ ശിക്ഷകളെ കുറിച്ച്, നരകാവകാശികളെ കുറിച്ചൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ അനുവാദമുള്ളത്, എന്തെല്ലാം കാണാം, എന്തെല്ലാം കേൾക്കാം, എന്തെല്ലാം പറയാം, എന്തെല്ലാം കഴിക്കാം, എന്തെല്ലാം കുടിക്കാം, എന്തെല്ലാം കാണാം, എന്തെല്ലാം കേൾക്കാം, എങ്ങനെയെല്ലാം ജീവിക്കാം എന്നിങ്ങനെ തുടങ്ങിയ, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കരുത്, എന്ത് ആസ്വദിക്കരുത്, എങ്ങനെ സഞ്ചരിക്കരുത്, ഇങ്ങനെ തുടങ്ങി വിലക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ ജനങ്ങൾക്ക് പിന്നീടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വഹയിലൂടെ ഹറാമും ഹലാലും ഒക്കെ അവരെ പഠിപ്പിച്ചത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. ഇത് പറഞ്ഞിട്ട് വിശ്വാസികളുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അഥവാ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ തുടക്ക സമയത്ത് തന്നെ വലൗ നസല അവ്വല ശൈഇൻ, ആദ്യമായി അവർക്കെങ്ങാനും അവതരിച്ചിരുന്നുവെങ്കിൽ ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നാണ്. മള്ളിന്റെ മദ്യത്തിന്റെ ആസക്തിയിൽ, ലഹരിയിൽ ജീവിച്ചു പോയ ഈ ജനങ്ങളോട് നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നാണ് ആദ്യമായി അവർക്ക് അവതരിച്ചിരുന്നത് എങ്കിൽ, വഹയായി ഇറങ്ങിയിരുന്നതെങ്കിൽ ലഖാലു, അവർ പറയുക തന്നെ ചെയ്യുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദാ, ഒരിക്കലും ഞങ്ങൾ കള്ളൊഴിവാക്കൂല. ആദ്യമായി അവരോട് നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കള്ളൊഴിവാക്കില്ല എന്നവർ പറയുമായിരുന്നു. വലൗ നസല അവ്വല ശൈഇൻ, അതുപോലെ തന്നെ അവർക്ക് ആദ്യമായി ഇറങ്ങിയിരുന്നെങ്കിൽ ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ വ്യഭിചാരം നിർവഹിക്കരുത്, വ്യഭിചാരം നടത്തരുത് എന്നാണ് അവരോട് ആദ്യമായി പറഞ്ഞിരുന്നെങ്കിൽ, അവർക്ക് ആദ്യമായി ഇറങ്ങിയിരുന്നെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ലാ നദഉ സിനാ അബദാ, ഒരിക്കലും ഞങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കുകയില്ല, ഒരിക്കലും ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കുകയില്ല എന്നവർ പറയുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ആദ്യമായി ആ ജനങ്ങളോട് കള്ള് കുടിക്കരുത് എന്നോ വ്യഭിചരിക്കരുത് എന്നോ മോഷണം നടത്തരുത് എന്നോ അല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വഹയുകളിലൂടെ, സൂറത്തുകളിലൂടെ, ആയാത്തുകളിലൂടെ ആ സമൂഹത്തെ പഠിപ്പിച്ചത്. മറിച്ച് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും തുടങ്ങിയ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കൃത്യമായ ബോധം ആ മനുഷ്യരുടെ മനസ്സാക്ഷികളിലേക്ക് സന്നിവേശിപ്പിച്ചതിനു ശേഷമാണ് വിധിവിലക്കുകളെ കുറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വിധിവിലക്കുകളെ കുറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? വിശ്വാസപരമായി അവർക്ക് സംഭവിച്ച അപജയങ്ങളെയാണ് പ്രവാചകന്മാരൊക്കെയും ആദ്യമായി അവരെ തിരുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വിശ്വാസരംഗത്ത്
അവർക്ക് അപാകത സംഭവിച്ചാൽ ആ രംഗത്തെ വിശ്വാസ രംഗത്തെ ബാധിക്കുന്ന അപജയങ്ങളാണ്, അപാകതകളാണ് ഏറ്റവും അപകടകരമായ അപജയങ്ങളും അപാകതകളുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസരംഗത്ത് അഖീദയുടെ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ, അപജയങ്ങൾ ഈ തൗഹീദിൽ നിന്ന് വിപരീതമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറി ചെന്നാൽ അത് ഏറ്റവും അപകടകരമാണ്. നേരെ മറിച്ച് മറ്റു തിന്മകളൊക്കെ ഒരുപക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലാഹുവിന്റെ റസൂലിനോട്, അയ്യു ദംബി അഅ്ലമു ഇൻദല്ലാഹ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, അല്ലാഹുവിന്റെ അടുക്കൽ, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവകരമായ തെറ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രവാചകരെ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവകരമായ ഗുരുതരമായ പാപം എന്താണ് റസൂലേ എന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. അബ്ദുള്ള, നിന്നെ പടച്ചത് അല്ലാഹയാണെന്നിരിക്കെ, നിന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹയാണെന്നിരിക്കെ, നിന്നെ വളർത്തിയവൻ അല്ലാഹയാണെന്നിരിക്കെ, നിന്നെ പരിപാലിക്കുന്നവൻ അല്ലാഹയാണെന്നിരിക്കെ, നിനക്ക് കണ്ണും കാതും കേൾവിയും കൈകാലുകളും ശരീരവും അതുപോലെ തന്നെ തലയും മുടിയും ഇങ്ങനെ തുടങ്ങി നിന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അവൻ റബ്ബാണ്, അല്ലാഹയാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, അൻതജഅല ലില്ലാഹി നിദ്ദൻ, ആ നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന് സമന്മാരെ, തുല്യരെ നീ ഉണ്ടാക്കലാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, നമ്മെ പടച്ച, നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും സന്തോഷങ്ങളും അറിയുന്ന ആ റബ്ബ്, അവനാണ് നമ്മുടെ റബ്ബ് എന്നിരിക്കെ, നമ്മെ പടച്ച റബ്ബിന് പകരക്കാരെ, തുല്യരെ, സമന്മാരെ നമ്മൾ ഉണ്ടാക്കലാണ് നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും ഗുരുതരമായ, ഏറ്റവും അപകടമേറിയ തിന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, നമ്മൾ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ, ഒരുപാട് തെറ്റുകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത, അല്ലാഹു ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യാത്തൊരു തെറ്റ് അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, നിശ്ചയം റബ്ബ് അവനിൽ പങ്കു ചേർക്കുന്നത്, അവനിൽ പങ്കുകാരെ സങ്കല്പിക്കുന്നത്, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നത് ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നത്, അവനിൽ ശിർക്ക് വെക്കുന്നത്, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ളത്, അതിന്റെ താഴെ വരുന്നത് ഒരു വേള അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ പുറത്തു കൊടുത്തെന്ന് വരാം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന പക്ഷം, ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അവൻ വമ്പിച്ച കാര്യമാണ് അല്ലാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചിട്ടുള്ളത്. അവൻ അല്ലാഹുവിന്റെ മേൽ ഗുരുതരമായ കാര്യമാണ് അവൻ കെട്ടിച്ചമച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന് താഴെയുള്ളത്, അതല്ലാത്തത് ഒരു വേള അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു വേള അവൻ പുറത്തു കൊടുത്തു എന്ന് വന്നേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ളല്ല ളലാലം ബഈദാ,
അവൻ വ്യക്തമായ വഴികേടിലാണ്. സന്മാർഗത്തിൽ നിന്ന് ബഹുദൂരം അവൻ പുറകോട്ട് പോയവനാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തവൻ അള്ളാഹുവിന്റെ ഹിദായത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിദൂരം അകലെ പോയവനാണ്. അവൻ വഴിപിഴച്ചു പോയവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് അമ്പിയാക്കന്മാര്? ആരെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബിയായി തിരഞ്ഞെടുക്കുക എന്നറിയുമോ? ഒരു സമൂഹത്തിലെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് അല്ലാഹു പ്രവാചകനാക്കുക. ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ലവൻ, അയാളെക്കാൾ നല്ലവൻ വേറെ ആരുമില്ല. ആ മനുഷ്യനെയാണ് അല്ലാഹു പ്രവാചകനാക്കുക. അയാൾക്കാണ് അല്ലാഹു നബുവത്ത് കൊടുക്കുക, അയാൾക്കാണ് അല്ലാഹു റിസാലത്ത് കൊടുക്കുക. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനത്തെ അമ്പിയാക്കന്മാര്, പിന്നീട് ആ സമൂഹത്തിലെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളെ, അവരെയാണ് ആ പ്രവാചകന്റെ സ്വഹാബത്തായി, ആ പ്രവാചകന്റെ അനുചരന്മാരായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത്. നമുക്കറിയാലോ, ലോകത്ത് ഒരുപാട് പ്രവാചകന്മാര് കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിലെ ഏറ്റവും ഉത്തമനായ, ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകന്മാരാണ് സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. അവരാണ് ജനങ്ങളോട് ശിർക്കിൽ നിന്ന് മാറി നിൽക്കാൻ ജനങ്ങളെ കൽപ്പിക്കുന്നത്. അത് കൽപ്പിക്കാനാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന, അല്ലാഹ് നടത്തുന്ന ഒരു താക്കീതുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ. ആ സൂറത്തു സുമർ മറിച്ചു നോക്കിയാൽ അതിന്റെ 65-ാമത്തെ വചനത്തിൽ മുഹമ്മദ് നബിയെ വിളിച്ചിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പച്ചയായി നേർക്ക് നേരെ നബിയെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുള്ള കാര്യം, വ ഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം വഹി നൽകിയ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയുമോ? ലഇൻ അശ്റക്ത, താങ്കളാണ് അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നതെങ്കിൽ, ഒന്ന് ഗൗരവത്തിൽ ആലോചിക്കേണ്ട വാചകമാണ്. അമ്പിയാക്കന്മാര്, ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹ് നിയോഗിച്ച അമ്പിയാക്കന്മാര്, ജനങ്ങളെ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താൻ നിയോഗിക്കപ്പെട്ട അമ്പിയാക്കന്മാര്, ആ അമ്പിയാക്കന്മാരോട് അല്ലാഹ് പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല അമ്പിയാക്കന്മാർക്കും നാം വഹി നൽകിയിട്ടൊരു കാര്യമുണ്ട്. ലഇൻ അശ്റക്ത, താങ്കളാണ് അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നതെങ്കിൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പാപങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും. മുഹമ്മദ് നബിയെ, താങ്കൾ നബിയാണ്, താങ്കൾ റസൂലാണ്, അൽ അമീനാണ്, ചെറുപ്പം മുതൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. പാതിരാത്രികളിൽ, അന്ത്യയാമങ്ങളിൽ ഉറക്കം വരെ ഉളച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി നമസ്കരിക്കുന്ന വ്യക്തിയാണ്. ജനങ്ങളുടെ ഭാരങ്ങൾ സ്വന്തം ഭാരങ്ങളായി ഏറ്റെടുക്കുന്നവനാണ്. അയൽവാസികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അടിമകളെ മോചിപ്പിക്കുന്നവരാണ്. അനാഥകൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്. വിധവകളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ സർവഗുണസമ്പന്നനായി നന്മകളുടെ നിറകുടമായി ജീവിക്കുന്ന താങ്കളോടൊരു കാര്യം പറയട്ടെ, താങ്കളാണ് അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നതെങ്കിൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ സകല അമലുകളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയും. അത് മുഴുവൻ അല്ലാഹു ബാത്തിലാക്കി കളയും. മാത്രമല്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, തീരാ നഷ്ടം ബാധിച്ച്, നഷ്ടം സംഭവിച്ച് നരകത്തിന്റെ വിറകായി തീരുന്ന മനുഷ്യരിൽ, നഷ്ടക്കാരിൽ മുഹമ്മദ് നബിയെ താങ്കൾ ചെന്നു ചേരുന്നതാണ്. റസൂലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നബിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വച്ചാൽ
അമ്പിയാക്കന്മാരാണെങ്കിൽ ഒരു രക്ഷയില്ല എന്നാണ്. പ്രവാചകന്മാരായാലും കാര്യമില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവരുടെ സങ്കേതം നരകമാണ്. അവരുടെ സങ്കേതം നരകമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവരുടെ സങ്കേതം നരകമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവർ നരകത്തിന്റെ അവകാശികളാണെന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നരകം അതാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള സങ്കേതം എന്ന് പറയുന്നത്. അതല്ലാത്ത തിന്മകൾ ഒരു പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. നമുക്കറിയാലോ, മഹാനായ പ്രവാചകന്മാർ ഒരുപാട് ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഉറ്റമിത്രമെന്ന വിശേഷം, ആ വിശേഷണം നൽകിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ പറയല് ഖലീലുള്ള എന്നാണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ്. ശരിക്ക് ഖലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നല്ല, ഉറ്റ ചങ്ങാതി എന്നാണ്, ഉറ്റ മിത്രം എന്നാണ്. അറബിയിൽ കൂട്ടുകാരൻ എന്നതിന് ഒരുപാട് പേരുകൾ വേറെയുണ്ട്. സ്വദീഖ് എന്ന് പറയാറുണ്ട്, ജമീൽ എന്ന് പറയാറുണ്ട്, റഫീഖ് എന്ന് പറയാറുണ്ട്, പല പേരുകളുമുണ്ട് വേറെ. എന്നാൽ ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റ ചങ്ങാതി എന്നാണ്. നമുക്കും കൂട്ടുകാരുണ്ട്, നമുക്കും സ്നേഹിതന്മാരുണ്ട്, നമുക്കും സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എല്ലാ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഉറ്റമിത്രങ്ങളല്ല, നമ്മളുടെ ഉറ്റ ചങ്ങാതിമാരല്ല. ഉറ്റ ചങ്ങാതിമാർ, ഉറ്റമിത്രങ്ങൾ അവർ ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഉറ്റമിത്രമായി, ഉറ്റ ചങ്ങാതിയായി അള്ളാഹു സ്വീകരിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിന്റെ ഉറ്റമിത്രമായ ഇബ്രാഹിം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇബ്രാഹിം നബിനെ വിളിക്കുന്നത്? അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹീമിനെ അള്ളാഹുവിന്റെ ഉറ്റമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അള്ളാനെ ഉറ്റമിത്രമായി സ്വീകരിച്ചു എന്നല്ല പറഞ്ഞത് ഖുർആൻ. പിന്നെയോ അള്ളാഹു ഇബ്രാഹീമിനെ അള്ളാഹുവിന്റെ ഉറ്റമിത്രമായി സ്വീകരിച്ചു എന്നാണ്. ആ ഇബ്രാഹിം നബിയെ നമുക്കറിയാം, അള്ളാഹു പ്രവാചകനായി നുബുവത്ത് നൽകി, റിസാലത്ത് കൊടുത്തു, സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തുമായി. ഇറാഖിലെ ബാബിലോണിയയിലെ ഊർ എന്ന് പറയുന്ന പട്ടണം, ആ പട്ടണത്തിന്റെ പ്രത്യേകത വിഗ്രഹാരാധന, അള്ളാഹു അല്ലാത്ത ബഹുദൈവ ആരാധന നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമൂഹം. അവരിലേക്കാണ് ഇബ്രാഹിം നബിയെ അള്ളാഹു നിയോഗിക്കുന്നത്. പുറത്തുനിന്നല്ല, എല്ലാ പ്രവാചകന്മാരും അതത് സമൂഹത്തിന്റെ സന്തതികളാണ്, അവിടുത്തെ മക്കളാണ്, അവരിൽപ്പെട്ടവരാണ്. ഇബ്രാഹിം നബിയെ പ്രവാചകനായി അള്ളാഹു നിശ്ചയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചു. നോക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ വാപ്പ തന്നെ ബിംബങ്ങളെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച് ചന്തകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിനാൽ ഉപജീവനം നടത്തുന്ന ആളാണ് ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ. ഏറ്റവും വലിയ ബഹുദൈവാരാധന നടത്തുന്നത് സ്വന്തം വാപ്പയാണ്, ജന്മം നൽകിയ വാപ്പയാണ്. ആ വാപ്പയോട്, എന്റെ വാപ്പല്ലേ, വാപ്പാനോട് എങ്ങനെ പറയാ? വാപ്പാന്റെ ചെലവിലല്ലേ ഞാൻ ജീവിക്കുന്നത്, എങ്ങനെ വാപ്പാനോട് പറയും എന്ന് ശങ്കിച്ചില്ല, എന്ന് സ്തംഭിച്ചില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും നിലനിർത്തി. വിശുദ്ധ ഖുർആൻ പറയാൻ, യാ അബതി, എന്റെ പൊന്നുപ്പ, എന്റെ സ്നേഹനിധിയായ ഉപ്പ, എന്റെ വാത്സല്യനിധിയായ ഉപ്പ എന്ന് വിളിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ലിമ തഅബുദു, എന്തിനെയാണ് അങ്ങ് ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ഉപദ്രവവും ചെയ്യാത്തതിന് എന്തിനാണ് വാപ്പ വിളിച്ചാരാധിക്കുന്നത്? ആരാധിക്കുന്നവ ഒന്നുകിൽ കേൾക്കണം, അല്ലെങ്കിൽ കാണണം,
അല്ലെങ്കിൽ ഉപകാരം ചെയ്യണം, അതല്ലെങ്കിൽ ഉപദ്രവമെങ്കിലും ചെയ്യണം. ഇതൊന്നും ചെയ്യാത്തതിന് എന്തിനാണ് വാപ്പ വിളിച്ചാരാധിക്കുന്നതെന്ന് സ്വന്തം വാപ്പയോട് വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ആദരവോടുകൂടി ഇബ്രാഹിം നബി ചോദിച്ചപ്പോ വാപ്പ പറഞ്ഞു, മോനെ ഇബ്രാഹിമേ, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. മോനെ ഇബ്രാഹിമേ, വാപ്പ കാരണവന്മാരായി, വാപ്പ വല്യപ്പമാരായി നാട്ടിൽ ആചരിക്കപ്പെടുന്ന ഒരു ആചാരമുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന്, ആ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച് അവരെയൊക്കെ ഒഴിവാക്കി ആരാധന്മാരെയൊക്കെ വിട്ട് അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പറയുന്ന, അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ചയർപ്പിക്കണമെന്ന് പറയുന്ന, അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യണമെന്ന് പറയുന്ന ഈ പുത്തൻ വാദത്തിൽ നിന്ന്, പുത്തൻ ആചാരത്തിൽ നിന്ന് മോനെ ഇബ്രാഹിമേ നീ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, ഈ പണി നീ നിർത്തിയിട്ടില്ല എങ്കിൽ ലഅർജുമന്നക വഹ്ജുർനി മലിയാ, എന്റെ പൊന്നു മോനാണെന്നൊന്നും ഞാൻ നോക്കൂല. ശക്തമായ വേദനാജനകമായ ശിക്ഷ വാപ്പയിൽ നിന്ന് മോൻ ഏൽക്കേണ്ടി വരും. വാപ്പ പറയാണ് ആ സമയത്ത്, എന്നാ ശരി വാപ്പ ഞാൻ നിർത്താ, ഇന്ന് ഞാനൊന്നും പറയൂല. വാപ്പാന് അനുസരണയുള്ള വിനീത വിധേയനായി ഇബ്രാഹിം ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. സലാമുൻ അലൈക്, വാപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീടിന്ന് പടിയിറങ്ങുകയാണ്. നിരാലംബനായി വാപ്പാന്റെ തുണയിൽ അതുവരെ ജീവിച്ച ഇബ്രാഹിം നാളെ എന്ത് ചെയ്യുമെന്നറിയില്ലാതെ ശങ്കിച്ചു നിൽക്കുകയല്ല. എന്നാൽ അസ്സലാമു അലൈക്കും എന്ന് വാപ്പയോട് പറഞ്ഞിട്ട് വീട് വിട്ടിറങ്ങുമ്പോ വാപ്പാന്റെ മുഖത്ത് നോക്കി മകൻ പറയുന്നു, സഅസ്തഗ്ഫിറു ലക റബ്ബീ, എന്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ പാപമോചനം നടത്തുന്നതാണ്, ഇസ്തിഗ്ഫാറിനെ തേടുന്നതാണ്. അള്ളാഹിനോട് താങ്കൾക്ക് പൊറുത്തു തരാൻ, ഈ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, ജനങ്ങൾക്കതുണ്ടാക്കി അവർക്ക് ആരാധന്മാരുണ്ടാക്കി കൊടുക്കുന്ന ഈ പാതകത്തിൽ നിന്ന് റബ്ബ് താങ്കൾക്ക് പൊറുത്തു തരാൻ ഞാൻ അള്ളാഹിനോട് തേടുന്നതാണ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടുമെന്ന് പറഞ്ഞ് ആ വീട് വിട്ട് വാപ്പാനോട് സലാം പറഞ്ഞു കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ തന്റെ വാപ്പയായ ആസറിനെ കണ്ടുമുട്ടുന്ന രംഗം ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകം മാറിമറിഞ്ഞ് മരണം കഴിഞ്ഞ് ലോക ജനകോടികളിൽ അവസാനത്തെ സമൂഹത്തിലെ അവസാനത്താളും മരിച്ച് മണ്ണോട് ചേർന്ന് ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിച്ച് മരണത്തിന് ശേഷമുള്ള ഖിയാമത്ത് നാൾ, പരലോകം, നാളെ ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം എന്ന ഈ മകൻ തൻ്റെ വാപ്പയായ ആസറിനെ കണ്ടുമുട്ടും. ഇത് കഥയല്ല, കെട്ടുകഥയല്ല, കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവിലൂടെ നാളെ ഖിയാമത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് തന്റെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുഹമ്മദ് നബി പറയാൻ, യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ, പരലോകത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വാപ്പ ആസറിനെ കണ്ടുമുട്ടും. വഅലാ വജ്ഹി ആസറ ഖത്റത്തുൻ വഗബറ, അങ്ങനെ ഖിയാമത്തിൽ വാപ്പയെ കണ്ടുമുട്ടുമ്പോ വാപ്പാന്റെ മുഖത്ത്, ആസറിന്റെ മുഖത്ത് ചെളി പുരണ്ടിട്ടുണ്ടാകും, പൊടി പുരണ്ടിട്ടുണ്ടാകും. ആ സമയത്ത് തന്റെ വാപ്പയെ കാണുമ്പോ ഇബ്രാഹിം നബിക്ക് ഇന്നലകളെ കുറിച്ച് ഓർമ്മ വരികയാണ്, ദുനിയാവിനെ കുറിച്ച് ഓർമ്മ വരികയാണ്, ദുനിയാവിൽ വാപ്പ ചെയ്തിരുന്ന ജോലിയെ കുറിച്ച് ഓർമ്മ വരികയാണ്. ആ സമയത്ത് അള്ളാഹു തന്റെ പ്രവാചകനായി നുബുവത്ത് നൽകി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിൽ നിന്ന് വാപ്പയോടൊന്ന് പുറകോട്ടു പോകാൻ കാല് പിടിച്ചപേക്ഷിച്ച ഇന്നലെയുടെ രംഗം ഇബ്രാഹിം നബിക്ക് ഓർമ്മ വരികയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് ചോദിക്കുമെന്നാണ്, അലം അഖുൽ ലക
ലാ തഅസ്വിനി. എന്റെ പൊന്നുപ്പ, ഈ ഇബ്രാഹിം പറയുന്നതിന് അനുസരണക്കേട് കാണിക്കല്ലേ, ഇബ്രാഹിമിനെ ധിക്കരിക്കല്ലേ. ലോകാധിനാഥനായ അള്ളാഹുവിന്റെ വഹദാനിയത്ത്, റബ്ബിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം എന്ന നിങ്ങളുടെ മകൻ പറയുന്നതെന്ന് ഇന്നലെ ദുനിയാവിൽ വെച്ച് ഒരുപാട് തവണ ഈ വാപ്പയോട് മകൻ പറഞ്ഞിരുന്നില്ലേ? അവിടെ വെച്ച് ചോദിക്കുമെന്നാണ്. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ വാപ്പ ആസറിനെ സമയം മാറിയില്ലേ, ലോകം മാറിയില്ലേ, തിരിച്ചറിവ് വരികയാണ്. ചെയ്തു പോയത് തെറ്റാണ്, അപരാധമാണ്, ഗൗരവകരമായ തെറ്റാണ്, കുറ്റമാണ്, അല്ല പൊറുക്കാത്ത പാപമാണ് എന്ന് വീണ്ടും വിചാരം വരുമ്പോ, തെറ്റ് മനസ്സിലാകുമ്പോ, അവിടെ വെച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബിയോട് വാപ്പ ആസർ പറയുമെന്നാണ്, ഫൽയൗമ ലാ അഅസീക്. മോനെ ഇബ്രാഹിമേ, എന്റെ മോൻ ഇന്ന് വാപ്പയോട് എന്ത് വേണമെങ്കിലും പറയാം. വാപ്പ നിന്നെ ധിക്കരിക്കില്ല, വാപ്പ നിന്നോട് അനുസരണക്കേട് കാണിക്കില്ല. അനുസരണയുള്ള വിനീത വിധേയനായി സർവവും അംഗീകരിച്ചുകൊണ്ട് വാപ്പയുണ്ടാകും മോനെ. മോന് വാപ്പയോട് എന്തു വേണമെങ്കിലും പറയാം. ആ സമയത്ത് തന്റെ വാപ്പയുടെ മനസ്സിന്റെ പരിവർത്തനം കണ്ടിട്ട്, മനസ്സിന്റെ മാറ്റം കണ്ടിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തിരിയുമെന്നാണ്. എന്നിട്ട് ഇബ്രാഹിം നബി പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ. അല്ലാഹ്, ഈ ഇബ്രാഹിമിന് നീ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ഒരു കരാറ് നൽകിയിട്ടുണ്ട്. ജനങ്ങളാകമാനം മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് കുഴിമാടങ്ങളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അന്ന് ഇബ്രാഹിമിനെ നിന്ദിക്കില്ല, ഈ ഇബ്രാഹിമിനെ അപമാനിക്കുകയില്ലെന്ന് നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് ഫഅയ്യു ഖിസിയിൻ മിൻ അബിൽ അബ്അദ്, എന്റെ വാപ്പ എന്നെ വിട്ട് അകന്നു പോകുന്നതിനേക്കാൾ ഇബ്രാഹിം എന്ന ഈ മകന് മറ്റൊരു അപമാനമാണ്, നിന്ദതയാണല്ലാ. അതുകൊണ്ട് എന്റെ വാപ്പയെ അകറ്റല്ലേ, എന്റെ വാപ്പയെ എന്നിൽ നിന്ന് അകറ്റല്ലേ, എന്റെ വാപ്പാന്റെ ഇന്നലകളെ പുറത്തു കൊടുക്കണേ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, മോനെ ഇബ്രാഹിമേ, നീ എന്റെ കൂട്ടുകാരനല്ലേ, നീ എന്റെ ഉറ്റമിത്രമല്ലേ, നീ എന്റെ പ്രവാചകനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർഗമുണ്ടാക്കാം എന്നല്ല അല്ലാഹു പറഞ്ഞത്. മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ വിളിക്കുകയാണ്. ഫയഖൂലുല്ലാഹു തആല, എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിമേ, അല്ലാഹു സ്വർഗത്തെ കാഫിറുകൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് കേട്ടോ. കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് അത് സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. അവിടെ നിന്റെ വാപ്പ എന്ന സെന്റിമെന്റ്സ് ഇല്ല. നീ എന്റെ നബിയാണ്, പ്രവാചകനാണ്, ശരിയാണ്, നിനക്ക് റിസാലത്തുണ്ട്, നുബുവത്തുണ്ട്, എന്റെ ഖലീലാണ്, നീ ശരിയാണ്. പക്ഷേ നിന്റെ വാപ്പ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വാപ്പ കുഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോർമുലയുണ്ട്, എനിക്കൊരു സിദ്ധാന്തമുണ്ട്. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം കാഫിറുകൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കപ്പെടും, യാ ഇബ്രാഹിം മാ തഹ്ത റിജ്ലൈക്, ഇബ്രാഹിമേ, നിന്റെ രണ്ട് കാലിന്റെയും ചുവട്ടിൽ എന്താണെന്ന് ചോദിക്കപ്പെടും ഇബ്രാഹിം നബിയോട്. അപ്പൊ നമ്മളോട് ചോദിക്കുക, എന്നങ്ങളുടെ കാലിന്റെ ചുവട്ടിലും ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി നോക്കും. എന്നതുപോലെ പെട്ടെന്ന് എന്താണ് ഇബ്രാഹിമേ നിന്റെ രണ്ട് കാലിന്റെ ചുവട്ടിൽ നിന്ന് ചോദിക്കപ്പെടുന്ന ചോദ്യം. ഇബ്രാഹിം നബി ആ ചോദ്യം കേൾക്കുമ്പോൾ എന്താണ് കാലിന്റെ ചുവട്ടിൽ എന്നറിയാൻ വേണ്ടി നോക്കും. ആ നോക്കുന്ന നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട്
ഇബ്രാഹിം നബിയുടെ വാപ്പ ആസറിനെ ഒരു ചെളി പുരണ്ട കഴുതപ്പുലിയുടെ രൂപത്തിലേക്ക് രൂപമാറ്റം നടത്തുമെന്നാണ്. ഫയുഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ വാപ്പയെ രൂപം മാറ്റി നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് എടുത്തെറിയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാത്ത റസൂൽ പഠിപ്പിക്കാണ്. സുഹൃത്തുക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഏത് ഇബ്രാഹിം നബി? അല്ലാഹ് എന്റെ ഉറ്റമിത്രമായിട്ട് ഞാൻ ഇബ്രാഹിമിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ വാപ്പ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാര് അവര് വെറുതല്ല കള്ളുകുടിയും പെണ്ണുപിടിയും തോന്നിവാസങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ട് അതൊക്കെ കണ്ടിട്ട് അതനുഭവിച്ചിട്ട് അതിൽ നിന്ന് മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുകൊണ്ട് നിങ്ങൾ കള്ളുകുടിക്കല്ലേ പെണ്ണുപിടിക്കല്ലേ എന്നല്ല അവരോട് പറഞ്ഞത്. അതവര് മാറ്റണമെങ്കിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യമാകുന്ന ശിർക്കിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അല്ലാഹുവല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും ബിംബങ്ങളെയും ബാവമാരെയും ബീവിമാരെയും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറിച്ച് കീറിയെറിഞ്ഞാലല്ലാതെ ആ മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തെർബിയത്തും തസ്കിയത്തും കയറൂല. അതുകൊണ്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് അല്ലാഹുവല്ലാത്തവരെ വലിച്ചെറിഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് മനസ്സുകളിലേക്ക് അല്ലാഹുവിനെ കുടിയിരുത്തണം, റബ്ബിനെ കുടിയിരുത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന്റെ ആത്യന്തികമായ സംസ്കരണം നടക്കുള്ളൂ. കേവലം സംസ്കരണം എന്ന് പറഞ്ഞ് ഉപരിപ്ലവമായ പുറത്തുള്ള ചില മാറ്റങ്ങളൊക്കെ കുറച്ച് 2, 3, 4, 2, 3 കൊല്ലമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ തൗഹീദ് മനസ്സിലാകാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാതെ, തൗഹീദിന്റെ വേരുകൾ ആഴ്ന്ന് ഖൽബിലേക്ക് ഇറങ്ങാതെ ഒരു മനുഷ്യനിൽ മാറ്റുണ്ടായാൽ ഒരു കാര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് തൗഹീദ് ഉൾക്കൊണ്ടൊരു മനുഷ്യനാണോ ആ മനുഷ്യന്റെ നിഖില മേഖലകളിൽ അതിന്റെ മാറ്റങ്ങൾ ഇങ്ങനെ പ്രതിഫലിച്ച് കാണാൻ കഴിയും. നേരത്തെ സെയ്ദ് മൗലവിയുടെ അനുഭവങ്ങൾ പറഞ്ഞു, നേരത്തെ അലവി മൗലവിയുടെ അനുഭവങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ? നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആരും തല്ലൂല, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞാൽ ആരും തല്ലൂല, അതല്ലെങ്കിൽ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ ആരും തല്ലൂല, മാലപ്പടക്കങ്ങൾ കഴുത്തിൽ ചാർത്തൂല, അടിച്ച് ഓടയിൽ കൊണ്ടുപോയി തള്ളൂല. അല്ലാഹുവല്ലാത്തവരെ, ശക്തികളെ, വ്യക്തികളെ, തങ്ങന്മാരെ, ബാവമാരെ, ബീവിമാരെ, ആ ദൈവങ്ങളെ, മക്ബറകളെ നിങ്ങൾ കൈവെടിയണം. അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണം. നേർച്ച വഴിപാടുകൾ അല്ലാഹുവോട് മാത്രമാകണം. മക്കളെ തരാൻ കഴിയുന്ന റബ്ബിനെ മക്കളെ തരാതിരിക്കുന്നവർക്ക് മക്കളെ കൊടുക്കാൻ കഴിയൂ എന്ന്, രോഗം നൽകുന്ന റബ്ബിനെ രോഗം മാറ്റാൻ കഴിയൂ എന്ന്, അസുഖം തരുന്ന റബ്ബിനെ അസുഖങ്ങളെ മാറ്റാൻ കഴിയൂ എന്ന് വിളിച്ചു പറയുമ്പോ, തൗഹീദ് പറയുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവിടെയാണ് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വരിക. അതുകൊണ്ട് നേരുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾ കൂടുന്നതാണ് നേരുള്ള സമൂഹമായി മാറുന്നത്. ഒരു വ്യക്തി നേരും നെറിയുമുള്ളവനായി തൗഹീദ് പഠിച്ച് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ആ മനുഷ്യന്റെ ജീവിതത്തെ സംസ്കരിക്കുമ്പോൾ ആ മനുഷ്യൻ നേരുള്ള നെറിയുള്ള വ്യക്തിയായി മാറും. അങ്ങനത്തെ വ്യക്തികൾ കൂടുമ്പോഴാണ് നേരുള്ള സമൂഹങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ നേരുള്ള വ്യക്തികളും നേരുള്ള സമൂഹങ്ങളും ഉണ്ടാവണമെങ്കിൽ അതിന്റെ നിദാനം, അതിന്റെ അടിസ്ഥാനം, അതിന്റെ അടിത്തറ അത് തൗഹീദാണ്. തൗഹീദിലൂടെയാണ് അങ്ങനത്തെ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇന്നലകളിൽ ശിർക്കിന്റെ വാഹകരായ നമ്മൾ പോലും ഇന്ന് തൗഹീദിന്റെ വാഹകരായി. ആ തൗഹീദ് സംസാരിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നവരുമായി നമ്മൾ മാറിയത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അഹോരാത്രം രാപ്പകൽ വ്യത്യാസമില്ലാതെ ദുനിയാവിന്റെ സുഖങ്ങളോ സൗകര്യങ്ങളോ ലാഭങ്ങളോ ഒന്നും നോക്കാതെ അവർ സഞ്ചരിച്ച് ഈ ആദർശത്തെ, മഹിതമായ ആശയത്തെ ജനമനസ്സുകളിലേക്ക് അവർ പകർന്നു നൽകിയത് കൊണ്ടാണ് ഇന്ന് അതിന്റെ അനന്തരാവകാശികളായി നമ്മൾ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വരും തലമുറകൾക്ക് ഈ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തെ മുൻഗാമികൾ നമുക്ക് തന്നതുപോലെ തിരിച്ചവർക്കും ഏൽപ്പിക്കേണ്ട ദൗത്യം നമ്മളിലുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. പ്രവാചകന്മാരുടെ
ഉത്തരവാദിത്വങ്ങളെ, ദൗത്യങ്ങളുടെ അനന്തരാവകാശികളാണ് ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ, അയൽവാസികളിൽ, ബന്ധുമിത്രാദികളിൽ, ബന്ധക്കാരിൽ, സ്വന്തക്കാരിൽ, അറിയുന്നവരിൽ, അറിയാത്തവരിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കുക എന്ന മഹിതമായ ദൗത്യം നമ്മളേവരും ഏറ്റെടുക്കണം. സംസാരങ്ങളിലൂടെ, ഇടപഴകലുകളിലൂടെ, ലഘുലേഖകളിലൂടെ, അതുപോലെ തന്നെ ഇന്നത്തെ ആധുനികമായ സംവിധാനങ്ങളിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നമുക്ക്. ഒരു ഷെയറിലൂടെ, ഒരു മെസ്സേജിലൂടെ ഒക്കെ ഈ തൗഹീദിന്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അലിയെ, നീ കാരണം ഒരു മനുഷ്യന് ഹിദായത്തിലേക്കായാൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നാൽ ആകാശഭൂമികളെക്കാൾ അതിലുള്ളവയേക്കാൾ ഉത്തമമാണത്. അതല്ലെങ്കിൽ 3 ചുവന്ന അറബികൾ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ട ചുവന്ന ഒട്ടകങ്ങളെക്കാൾ എത്രയോ മഹത്തരമാണതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ പ്രമേയത്തിന്റെ ബാനറിൽ നിന്നുകൊണ്ട് ഈ ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുഴുവൻ മാർഗങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, കൊറോണയുടെ സാഹചര്യമാണ്. എങ്കിലും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ലഭിക്കുന്ന മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം മരിക്കുന്നത് വരെ അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ നമ്മൾ സന്നദ്ധരായി ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുമ്പോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ മരിച്ചു പിരിയാനുള്ള ഭാഗ്യം നൽകി നമ്മെ ഏവരെയും അല്ലാഹു ആക്കി തീർക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ പല നിലക്കുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ മാറാ രോഗികളായി പ്രയാസം അനുഭവിക്കുകയാണ്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ സാദാത്തുക്കൾ, ആരിഫീങ്ങൾ, ഒരുപാട് ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അവരൊക്കെയും നമ്മെ വിട്ട് അള്ളാഹുവിലേക്ക് യാത്ര പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മുഅല്ലിമുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിന്റെ പൂന്തോപ്പുകളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ എളിയ ഖാദിമുകളായി മരണം വരെ ഈ തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിലൂടെ ചുറ്റുപാടുകളിൽ ആളുകളിലേക്ക് ഈ തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമ്മെ കാരണക്കാരാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹുവെ, നിഷ്കളങ്കരായി, നിസ്വാർത്ഥരായി, ഇഖ്ലാസോടുകൂടി നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ ദോഷങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അറിവില്ലായ്മ മൂലം ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവെ, പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ പാപങ്ങൾ കഴുകി ഞങ്ങളെ വിശുദ്ധരാക്കണ റഹ്മാനെ. നന്മ നിറഞ്ഞൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങളാക്കി തീർക്കണ റഹ്മാനെ. ദുനിയാവിൽ അവരെ ഇണക്കി തന്നതുപോലെ നാളെ സ്വർഗത്തിലും അവരെ ഞങ്ങളോടൊപ്പം നീ ഇണക്കി തരണേ റഹ്മാനെ. കൺകുളിർമയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ചു പിരിയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ പണമിടപാടുകളിൽ 100% ഹലാലിന്റെ സമ്പാദ്യം മാത്രമാക്കി മാറ്റണേ റഹ്മാനെ. ഹറാമിന്റെ ഒരു അംശം പോലും ഞങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വന്നു ചേരാതെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജോലിയിൽ, കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും നിഅ്മത്തും ചൊരിയണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ അത് വീട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരു നല്ല ജീവിതം നൽകി ഞങ്ങളെ നീ തുണക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنباء رحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.